ഹായ് നമസ്കാരം. എജുജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ KCET റിസൾട്ട് എന്തായി? അതെ, കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എക്സാം എഴുതിയ സ്റ്റുഡൻസ് ആണ് ഇതിപ്പോൾ കാണുന്നത്. അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് അറിയാനായിട്ടായിരിക്കും വന്നത് അല്ലേ. അപ്പോൾ റിസൾട്ട് ഈ മന്ത് എൻഡിലേക്ക് വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏകദേശം ഒരു 4-5 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ സമയത്ത് ഏകദേശം 60% സ്റ്റുഡൻസ് മാത്രമേ അവരുടെ മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. സ്കോർ കാർഡ് +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. സോ അതിനായിട്ട് കുറച്ചും കൂടെ സമയം തന്നതാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തത്. മേ ബി ചിലപ്പം ഇനിയും കാര്യം ഒരുപാട് ആൾക്കാർ ഇനിയും ഇത് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്, ഇനിയും സ്കോർ ആഡ് ചെയ്യാനായിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് നമുക്ക് തന്നെ എൻക്വയറി വരുന്നുണ്ട് കുറേ സ്റ്റുഡൻസിൻ്റെ. സോ അങ്ങനെ വരുന്ന സമയത്ത് മേ ബി ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാമായിരിക്കും, എങ്കിലും അറിവില്ല. ഈ ഒരു മന്ത് എൻഡോട് കൂടെ എന്താണെന്നുണ്ടെങ്കിലും വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാര്യം 25-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. സോ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രോസസ്സാണ് കൗൺസിലിംഗ്. അതെ, കൗൺസിലിങ്ങിന് എങ്ങനെ പങ്കെടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കൗൺസിലിംഗ് എന്ന പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുക. രണ്ടാമത്തെ പ്രോസസ്സാണ് ചോയ്സ് ഫില്ലിംഗ് ഓപ്ഷൻ വരിക. അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണ് പ്രിഫർ ചെയ്യേണ്ടത്, അതൊരു പ്രിഫറൻസ് രീതിയിൽ നിങ്ങൾക്കിപ്പം ഒരു കർണാടകയിലെ ഒരു പർട്ടിക്കുലർ കോളേജാണ് ആദ്യം നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വെച്ചുകൊണ്ട് അങ്ങനെ താഴേക്ക് ഒരു ക്രമത്തിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് ഉള്ള സംശയമാണ് എത്ര കോളേജുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതിനൊരു ലിമിറ്റില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്പർ ഓഫ് കോളേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതിനുശേഷം മൂന്നാമത്തെ പ്രോസസ്സാണ് സീറ്റ് അലോട്ട്മെൻറ്റ്. സീറ്റ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ മാർക്ക് അത് വെച്ചിട്ടൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ റാങ്ക് ലിസ്റ്റിലെ പർട്ടിക്കുലർ റാങ്ക് ലിസ്റ്റും കോളേജിൻ്റെ പ്രിഫറൻസും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗവും കൂടെ നോക്കിയാണ് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കോളേജിൽ സീറ്റ് അലോട്ട് ചെയ്ത് തരുന്നത്. സീറ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ലാസ്റ്റ് വരുന്നതാണ് റിപ്പോർട്ടിംഗ് അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പർട്ടിക്കുലർ കോളേജുകളിലേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾ കരസ്ഥമാക്കുന്ന പ്രോസസ്സ്. സോ ഈ 4 പ്രോസസ്സാണ് മെയിൻലി കൗൺസിലിങ്ങിൽ വരുന്നത്. സോ ആദ്യത്തെ കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്തതിന് ശേഷവും മൂന്നാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് നിലവിൽ 2 സീറ്റ് അലോട്ട്മെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്. ഈ ഫസ്റ്റ് റൗണ്ട് സീറ്റ് അലോട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് ആ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് ഒരു 48 മണിക്കൂറിനകത്ത് തന്നെ ഒരു സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടും. സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച അതേ കോളേജ് ആണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ട്. ആ ഫീസ് സ്ട്രക്ചറിൻ്റെ ഒരു DD വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ അലോട്ട്മെൻറ്റിലെ പ്രോസസ്സ്. ഇനി ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കേണ്ട ആവശ്യകതയില്ല, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കാനായിട്ട് റീ ഓർഡർ ഓപ്ഷൻ എന്ന നിങ്ങളുടെ പോർട്ടലിലുള്ള ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വീണ്ടും കോളേജുകളുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറുകൾ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ നിലവിലെ ഈ ആദ്യത്തെ പറഞ്ഞ അതേ പ്രോസസ്സിലൂടെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും വരുന്നു. സോ എന്താണ് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോഴും മേ ബി നിങ്ങൾക്കിതിൻ്റെ പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് തെറ്റുകൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസും പേരൻസും അവിടെ ഇവിടെയൊക്കെ സെലക്ട് ചെയ്തും കാര്യങ്ങൾ ചെയ്തും നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ട്. നിങ്ങൾ തെറ്റിപ്പോകേണ്ട ആവശ്യകതയില്ല. കാര്യം നമ്മളുടെ കൂട്ടത്തിൽ വലിയൊരു ടീമാണ് KCET എക്സാമിനേഷൻ്റെ ഹെൽപ്പ് ലൈനായിട്ടുള്ളത്. സോ അവർ നിങ്ങളെ ഏത് രീതിയിലുള്ള കാര്യത്തിനും നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ എങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യണം, ഏത് കോളേജാണ് നിങ്ങളുടെ മാർക്കിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏത് കോളേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ്, ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് തരാനായിട്ട് നമ്മുടെ ടീമിന് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നത്. സോ ഒരുപാട് സ്റ്റുഡൻസിന് നിലവിൽ ആ ഒരു ഗൈഡൻസ് വഴിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്രെഡൻഷ്യൽസ് ചേഞ്ച് ചെയ്യാനായിട്ടോ
അതല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടോ പറ്റാത്ത സ്റ്റുഡൻസിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ ടീം നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുമെന്നുള്ളത് പറഞ്ഞായിരുന്നു. അതുപോലെ രണ്ടാമത്തേത് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ടോ സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡൗട്ടുകൾക്കോ എന്ത് കാര്യമാണെങ്കിലും ഒരു വൺ ഓൺ വൺ സെക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് എന്താണെങ്കിലും ആ ടീം സജ്ജമായിട്ട് ഉണ്ട് എന്നുള്ളത് അറിയുക. സോ എനിവേ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ അപ്ഡേറ്റിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ KCET എക്സാമിനേഷനെ കുറിച്ചുള്ളതും KEAയിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ഒരു 2 days കൂടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് രണ്ടാമത്തെ വീഡിയോയിലൂടെയുള്ള അപ്ഡേറ്റ് ആയിരുന്നു. വരും ദിവസങ്ങളിൽ ഇതിനധികം അപ്ഡേറ്റ് തരാം. നിങ്ങളുടെ പർട്ടിക്കുലർ ഡൗട്ട് ഈ ഒരു പർട്ടിക്കുലർ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇവൻ തന്നിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും എല്ലാം ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എജു ജേണി വിത്ത് ജാനക്സ് നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. നിങ്ങൾ നമ്മുടെ മറ്റു വീഡിയോസും കാണുക. എജു ജേണി വിത്ത് ജാനക്സ് എന്താണെന്ന് ഇനി അറിയാത്തവർക്ക് ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. നിലവിൽ കർണാടകയിലെ മിക്ക ക്യാമ്പസുകളും വിസിറ്റ് ചെയ്ത് ക്യാമ്പസിൻ്റെ ഒരു ഓവറോൾ വീഡിയോ വ്ളോഗ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എജു ജേണി വിത്ത് ജാനക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു കോളേജിലേക്ക് ചെന്ന് വിസിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്കൊരു 10, 15, 20 കോളേജുകൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കിത് കണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മളുടെ പ്രോപ്പർ ടീമിൻ്റെ ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സോ അപ്പോൾ കാണാം. ബബായ്. എജു ജേണി വിത്ത് ജാനക്സ് ഈസ് റോളിംഗ്. ബബായ്.